സയൻസ് ആണ് ഇപ്പൊ വിശ്വാസം നഷ്ടപ്പെടുത്തി. സയൻസ് അല്ല, പലതും. ഞാൻ പറയുന്നത് സയൻസ് പഠിക്കും, കാര്യം ഇത് എതിർക്കാൻ വേണ്ടി സയൻസ് പഠിക്കണമല്ലോ. അപ്പോൾ എതിർക്കാൻ വേണ്ടി ജിയോഗ്രഫി പഠിക്കും. കാര്യം ഭൂമി ഉരുണ്ടതാണ്, ഭൂമി ഇത്ര ഇതുണ്ടെന്നൊക്കെ ബൈബിളിൽ പറയുമല്ലോ. ഞാൻ ഇതാണ് ഭൂമി എന്നൊക്കെ പറഞ്ഞ് യേശു പറയുമ്പോൾ നമുക്കത് എതിർത്ത് യേശുവിന്റെ സൈഡ് നിൽക്കണമല്ലോ. പിന്നെ അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ ബൈബിളിനെ തിരുത്താൻ വേണ്ടി എഴുതുമായിരുന്നു. കാര്യം ഇത് ബൈബിളിൽ തെറ്റാണ്, മനസ്സിലായില്ലേ? നമ്മൾ വിശ്വാസിയാണ്, പക്ഷെ ബൈബിളിൽ കുറച്ച് തെറ്റൊക്കെ ഉണ്ട്. കാര്യം ഇത് മറ്റേ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്, അങ്ങനെ പറയുന്ന വിശ്വാസികളുണ്ട്, ഇന്നും ഉണ്ട്. അപ്പം എനിക്ക് മെസ്സേജൊക്കെ വരും, മുട്ട പറഞ്ഞത് ചെറിയ പ്രശ്നമുണ്ട്, ബിക്കോസ് അത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ടാക്കിയപ്പോൾ ഇന്ന ട്രാൻസ്ലേഷൻ ഇന്ന പീരീഡിൽ വന്നത്. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇത് എഴുതിയാക്കും പിടികിട്ടിട്ടില്ല, ഇത് നിങ്ങൾക്ക് ഇത് ഇത്രയും പിടികിട്ടി, മറ്റേ സ്കോളേഴ്സിനൊന്നും ഇത്രയും പിടികിട്ടിട്ടില്ല. അപ്പോൾ അതുപോലെ ഞാനും ഇതുപോലെ പോയി നോക്കുമായിരുന്നു ഈ ട്രാൻസ്ലേഷൻ്റെ കാര്യങ്ങൾ ഇവർ തക്കിക്കാൻ വേണ്ടി. അങ്ങനെ അപ്പം അങ്ങനെ ഞങ്ങൾ പല പല ഘട്ടങ്ങളിലൂടെ പതുക്കെ പതുക്കെ നമ്മുടെ ഈ അതിനു മുമ്പേ ഞാൻ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിരീശ്വരവാദമാണ് അവസാനം വന്ന് പെട്ടത്. ബാക്കി എല്ലാ വാദങ്ങളിലും ഞാൻ ആദ്യമേ ഉണ്ട്. അതായത് ഞാൻ കല്യാണം കഴിച്ച സമയത്ത് തന്നെ ഏകദേശം ഒരു 10-15 ഫെമിനിസ്റ്റാണ്. ഓക്കെ, പിന്നെ 10ാം ക്ലാസ് ആണെങ്കിൽ തന്നെ നമ്മൾ ഈ ഫെമിനിസത്തിലോട്ട് വന്ന് പറയാം. ഫെമിനിസം വേണമെന്ന് പറഞ്ഞുകൂടാ, ബട്ട് നമ്മൾ ഈക്വാലിറ്റിയിലോട്ടുള്ള ഒരു ആശയത്തിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ കുട്ടിക്കാലം തൊട്ട് തന്നെ എനിക്ക് സ്ത്രീ സുഹൃത്തുക്കളായിരുന്നു കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് സ്ത്രീകളുടെ കാര്യങ്ങൾ കൂടുതൽ നേരത്തെ പഠിക്കാൻ പറ്റി. കാര്യം അറിയാലോ, ഇമോഷണൽ കാര്യം തൊട്ട് എനിക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് സ്ത്രീകളുടെ ഇടയിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളുണ്ടായിരുന്നു.